ഹലോ, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഞാൻ ദേവൂട്ടൻ്റെ വാർഡ്രോബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഒന്ന് ഡീക്ലട്ടർ ചെയ്യാമെന്ന് കരുതി. ഈ ഓർഗനൈസേഴ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ വലുതിനായിട്ടുള്ളതൊരു 1000 റുപ്പീസാണ്. അപ്പോൾ വലുത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ വാങ്ങാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തത്. അന്നേരം പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. 800 സംതിങ് രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ചെറുത് ഓർഡർ ചെയ്തത്. പക്ഷേ വന്നപ്പോൾ ഞാൻ എക്സാക്റ്റ് ആയിരിക്കും വരുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വന്നത് ചെറുതായിപ്പോയി. ചെറുതിൻ കേസ് കമ്പാർട്ട്മെൻ്റ് എല്ലാം നമ്പേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ അതിൻ്റെ സൈസ് ആ ഓരോ ട്രേയുടെയും സൈസൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. വലുത് വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇതിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടി പിടിക്കും. ട്രേസിൻ്റെ ഉള്ളിലേക്കല്ല പൊടി പിടിക്കുന്നത്, ആ സൈഡ്സിൽ ഈ സ്റ്റാൻഡിലാണ് പൊടി ധാരാളമായിട്ട് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്ന് ഞാനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡിൽ നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അധികം ചെളിയൊക്കെ ഉണ്ടെങ്കിൽ സോപ്പ് വെള്ളം മുക്കിയിട്ട് ഒരു തുണി വെച്ചിട്ട് അത് തുടച്ചുകൂടെ മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലുതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ പൊടികൾ ധാരാളമായിട്ടാണ് ഇതിൽ പിടിക്കാറുള്ളത്. എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ജനലൊക്കെ തുറന്നിടാറുണ്ടോ മേ ബി, അതുകൊണ്ട് പൊടിയകത്ത് കയറി അങ്ങനെ പൊടി പിടിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡും ഞാൻ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ട്രേയും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ നനഞ്ഞ തുണി വെച്ചിട്ടാണ് ഞാനൊന്ന് തുടച്ചെടുക്കുന്നത്. ട്രേസ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ ഓരോരോ കാറ്റഗറി ആയിട്ട് ഞാൻ തിരിച്ചിരിച്ച് മടക്കുകയാണ്. ബനിയനെല്ലാം ഒന്നിൽ, അങ്ങനെ ബനിയൻസ് എല്ലാം ഒരു സെറ്റായിട്ട്, പിന്നെ സെറ്റായിട്ടുള്ളത് കോട്ട് സെറ്റ്സ്, അങ്ങനെ പാൻറ്റ് ഷർട്ടുള്ള സെറ്റ് വൈസുള്ളത്, അങ്ങനെ പിന്നെ വീട്ടിലിടുന്നത് മാത്രം, പിന്നെ വെളിയിൽ കൊണ്ടുവന്നത്, പിന്നെ അവന് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളുണ്ട്. ഇനി ഇടാൻ പറ്റാതെ ഇപ്പം അവന് പാകമല്ലാതെ ഇനി വലുതാകുമ്പോൾ ഇടാൻ പറ്റുന്ന അങ്ങനെയുള്ളതൊക്കെ വേറൊരു ബോക്സിൽ, പിന്നെ അവൻ്റെ വാഷ് ക്ലോത്ത്സ് അതെല്ലാം അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം തന്നെ ഞാൻ ട്രെയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നീ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ട്രെയിൽ എപ്പോഴും ഞാൻ ഡയപ്പേഴ്സാണ് വെക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് അവൻ്റെ ഷർട്ടും ടീഷർട്ടുകളും മാത്രമാണ്. നല്ല ടീഷർട്ടും നല്ല ഷർട്ടും വെളിയിലൊക്കെ കൊണ്ടുവന്നത്. പിന്നെ ഇത് വെളിയിൽ കൊണ്ടുവന്ന നല്ല ഡ്രസ്സുകൾ സെറ്റായിട്ടുള്ളതുണ്ടല്ലോ, അതാണ് ആ ട്രെയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ട്രെയിലെന്ന് പറയുന്നത് അവന് ഇനി ഇടാൻ പാകമല്ലാത്ത കുറച്ചുകൂടി നാൾ കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളെല്ലാം കൂടെ ആ ഒരു ട്രെയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ട്രെയിലായിട്ട് ഞാൻ അവൻ്റെ ടർക്കീസ്, പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് തോർത്തുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആ ഒരു 2 ട്രെയിലായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വലിയ ഓർഗനൈസർ ഫുള്ള് ഞാൻ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ചെറുതിൽ ഞാൻ ഫസ്റ്റ് ഡ്രോയിൽ ഡയപ്പറാണ് വെക്കുന്നത്. എടുക്കാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റിൽ തന്നെ ഡയപ്പർ വെക്കുന്നത്.
ദേവുട്ടിന് ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് റോയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അവൻ്റെ വാഷ് ക്ലോത്ത്സ്, വിപ്സ് അതൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതിൻ്റെ അകത്ത് അവൻ്റെ സോക്സ് എല്ലാം ഒരു കവറിനകത്താക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പേഴ്സൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത ട്രെയിൽ അവൻ്റെ വീട്ടിലിടുന്ന സെറ്റായിട്ടുള്ള ഡ്രസ്സുകളുണ്ടല്ലോ, ബനിയനും ഷോർട്ട്സും ഒക്കെ സെറ്റായിട്ടുള്ളത് അതാണത്. പിന്നെ ഇത് പാൻറ്റ്, ട്രക്ക് പാൻറ്റ്സ്, ജീൻസ് അതൊക്കെയാണ്. അതെല്ലാം മാത്രമായിട്ടാണ് ആ ഒരു ട്രെയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും ലാസ്റ്റിലത്തെ ട്രെയിലായിട്ട് വീട്ടിലിടുന്ന പാൻറ്റ്, ഷോർട്ട്സ്, നിക്കർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാം സെറ്റാക്കി ഞാൻ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.